ഹലോ ഫ്രണ്ട്സ്, നിച്ചൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഏറാറൂട്ട് ബിസ്ക്കറ്റ് കൊണ്ടൊരു കേക്കാണ്. അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. ഏറാറൂട്ട് ബിസ്ക്കറ്റ് ഒരു പാക്കറ്റ്, 3 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ, 1 ടേബിൾ സ്പൂൺ മൈദ, 1 കപ്പ് പാല്, 4 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇനി ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. ആ പാലിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള മറ്റുള്ള ഇൻഗ്രീഡിയൻസുകളെല്ലാം ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. പാൽ ഒരുപാട് ചൂടാവുന്നതിന് മുന്നേ നമുക്കിട്ട് കൊടുക്കാം, അല്ലാശെങ്കിൽ കട്ടയാവും. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. പാകത്തിന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാം. അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അത് ചൂടാറാൻ വയ്ക്കണം. ഇനി ചോക്ലേറ്റിൻ്റെ ആ മിക്സും ഏറാറൂട്ട് ബിസ്ക്കറ്റും കൂടി എടുത്തിട്ട് ഓരോ ബിസ്ക്കറ്റിൻ്റെ ഒരു സൈഡിൽ മാത്രം ആ ചോക്ലേറ്റ് പരട്ടി കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിൽ വേറൊരു ചോക്ലേറ്റ് വെച്ചിട്ട് വീണ്ടും പരട്ടി കൊടുക്കാം. അങ്ങനെ എല്ലാ ചോക്ലേറ്റും അങ്ങനെ പരട്ടി കൊടുക്കണം. പരട്ടി കൊടുത്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കണം. അങ്ങനെ എല്ലാതും അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇനി അങ്ങനെ ഫുള്ളായി ചെയ്തെടുക്കാം. ഫുള്ളായി റെഡി ആയിട്ടുണ്ട്. ഇനി അത് ഒരു ബട്ടർ പേപ്പറിലോ ഫോയിൽ പേപ്പറിലോ നന്നായി ടൈറ്റായിട്ട് പൊതിഞ്ഞെടുക്കണം. ലൂസാവാൻ പാടില്ല, നല്ല ടൈറ്റായി പൊതിഞ്ഞ് റെഡിയാക്കണം. രണ്ട് സൈഡും കവർ ചെയ്തെടുക്കണം. എന്നതിന് ശേഷം 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല സെറ്റായിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളുടെ ബിസ്ക്കറ്റ് കേക്ക് റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.